ഹായ് ഫ്രണ്ട്സ്, ഒരുപക്ഷെ കേരളം ഇപ്പോൾ ഏറ്റവും അധികം ചർച്ച ചെയ്യുന്ന വിഷയം എന്ന് പറയുന്നത് നവകേരള യാത്രയിൽ ഉണ്ടായ പോലീസ് മർദ്ദനവും അതിനെതിരെ ശ്രീ VDS സർക്കാർ സ്വീകരിക്കുന്ന നടപടികളുമാണ്. പ്രതികാര നടപടിയാണോ പറയാനാവില്ല. എന്താണെങ്കിലും അത് ഇങ്ങനെ വെറുതെ വിടാൻ തീരുമാനിച്ചിട്ടില്ല. അവർ ചെയ്ത നടപടി ശരിയാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല, തെറ്റ് തന്നെയാണ്. എങ്കിലും ആ സംഭവത്തെ നിഷ്പക്ഷമായി ഒന്ന് വിലയിരുത്തുകയും അപ്പോൾ കാണാം അവർ അത്രമാത്രം വലിയ തെറ്റുകാരൊന്നും അല്ല എന്ന്. കാരണം ആ പോലീസുകാർക്ക് ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരോട് ഒരു മുൻവൈരാഗ്യവുമില്ല. ആരാണെന്ന് അറിയുന്നത് പോലുമില്ല, പേര് പോലും അറിയില്ല, മുൻ പരിചയം പോലുമില്ല. പിന്നെ എന്തുകൊണ്ട് അവരെങ്ങനെ ചെയ്തു? യഥോ രാജാ തഥാ പ്രജ എന്ന് പറഞ്ഞാൽ മഹാരാജാവ് എന്താഗ്രഹിക്കുന്നു അതനുസരിച്ച് പ്രവർത്തിക്കുന്ന പ്രജകൾ. രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിക്കുന്ന രാജകിങ്കരന്മാർ. അത് തന്നെ മുൻ മുഖ്യമന്ത്രി എന്ത് ആഗ്രഹിച്ചോ, എന്ത് ചെയ്യാൻ ആഗ്രഹിച്ചോ അതനുസരിച്ച് അദ്ദേഹത്തിന്റെ സെക്യൂരിറ്റി ജീവനക്കാരും മറ്റുള്ളവർക്ക് പ്രവർത്തിച്ചു. ആ മൂന്നാം പിണറായി സർക്കാരും ഒരുപക്ഷെ നാലാം പിണറായി സർക്കാരും ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുമെന്ന് അവർ സ്വപ്നം കണ്ടു. അതാണ് സംഭവിച്ചത്. അപ്പോ ആ തെറ്റ് ചെയ്തവരാണോ ചെയ്യിച്ചവരാണോ യഥാർത്ഥ കുറ്റവാളികൾ? തീർച്ചയായും ചെയ്യിച്ചവർക്കും ഒരു നിർണായക പങ്ക് ഇതിനെ വഹിക്കാനുണ്ട്. അവരല്ലേ യഥാർത്ഥ കുറ്റക്കാർ. അവർ ചെയ്യിച്ചതാണ് ഒരു വിധത്തിൽ, ഡയറക്റ്റ് അല്ലെങ്കിൽ പോലും അതാരും മനസ്സിലാക്കുന്നില്ല. അതാണ് യഥാർത്ഥ പ്രശ്നം എന്ന് പറയുന്നത്. ഈ പോലീസുകാരുടെ അവസ്ഥ ആലോചിച്ച് നോക്കിയേ. എന്ത് പറഞ്ഞാലും കേൾക്കണം, ഇല്ലെങ്കിൽ മുഖ്യമന്ത്രി ദേഷ്യപ്പെടും, ശകാരിക്കും, സസ്പെൻഡ് ചെയ്യും, ഡിസ്മിസൽ പോലും ഉണ്ടായേക്കാം. അങ്ങനെയുള്ളൊരവസ്ഥയില് മുഖ്യമന്ത്രിയെ അല്ലെങ്കിൽ മഹാരാജാവിനെ പ്രീതിപ്പെടുത്തുവാൻ വേണ്ടി അവർ ചെയ്ത ഒരു നിസ്സാര സംഭവമാണിത്. അത്ര വലിയ കാര്യമൊന്നുമല്ല. മർദ്ദനം ശരിയാണെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ അങ്ങനെ അവർക്ക് ചെയ്യേണ്ടി വന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവരുടെ കാര്യം മാത്രമല്ല, പല പോലീസുകാർക്ക് ഇതേ അവസ്ഥയാണ്. പത്രവാർത്തകൾ കാണാം. എന്ത്, കഴിഞ്ഞ 10 വർഷമായി പിണറായിയിലെ മുൻ മുഖ്യമന്ത്രിക്ക് കാവൽ നിൽക്കുന്ന പോലീസുകാര് ഉപയോഗശൂന്യം ഒരു കാറിന്റെ അകത്ത് അവിടെ കിടപ്പ്. ഓടിക്കാനൊന്നും കൊള്ളുകയല്ലോ, വെറുതെ ഒരു അസ്ഥിമഞ്ജനം ബാറ്ററി പോലെ എടുത്തു മാറ്റിയതാ. കഴിഞ്ഞ 10 വർഷമായി ഒരു SI 2 പോലീസുകാരും. ഒന്നാലോചിച്ച് നോക്കിയേ. ശ്രീമാൻ പിണറായിയുടെ വീട്ടിൽ ഒരു ഔട്ട് ഹൗസ് ഒക്കെ ഉണ്ട്. അത് പിണറായിയുടെ പേഴ്സണൽ സ്റ്റാഫിന് മാത്രം, സെക്യൂരിറ്റി ജീവനക്കാർക്ക് മാത്രം. ആ വീടിന് കാവൽ നിന്നിരുന്ന 10 വർഷമായി കാവൽ നിന്നിരുന്ന ആ പോലീസുകാരന് ദുരവസ്ഥ ആലോചിച്ച് നോക്കിയേ. കൊതുകടിയെ കൊണ്ട് മഞ്ഞത്തും വെയിലത്തും കാവൽ നിൽക്കുക, വീടിന് കാവൽ നിൽക്കുകയാണ്. പിണറായി വിജയൻ അല്ല, 24 മണിക്കൂറും കാവൽ. ഒരു SI 2 പോലീസുകാര്, അവർ സർക്കാർ ജീവനക്കാരാണ്. ഒരു സബ് ഇൻസ്പെക്ടർക്ക് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവുകയെന്ന് പറഞ്ഞാൽ നമ്മുടെ സംവിധാനത്തിന്റെ പരാജയം തന്നെയാണത്. അതേ ആരും ഒന്നും കാണുന്നില്ല. അതൊക്കെ അനീതിയല്ലേ, അന്യായമല്ലേ? ആരും പ്രതികരിക്കുന്നില്ല, ആ കാര്യം ചർച്ച ചെയ്യുന്നില്ല. അതൊക്കെയാണ് ചർച്ച ചെയ്യേണ്ട വിഷയങ്ങൾ എന്ന് പറയുന്നത്. അങ്ങനെയൊക്കെ നോക്കുമ്പോ ഇതിനേക്കാൾ പരിതാപകരമായ അവസ്ഥയുള്ള എത്രയോ പോലീസുകാര് അദ്ദേഹത്തിന് വേണ്ടി ജോലി ചെയ്തു, കഷ്ടപ്പെട്ടു, സഹിച്ചു. അവരെ പറ്റി ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? എവിടെ? ഇതൊക്കെ ആരോട് പറയാനാ? ഒരു കാര്യവും ഇല്ല. താങ്ക് യു.